ആരോഗ്യമേഖലയിലെ ചികിത്സാ പിഴവുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇത്തരം പ്രശ്നങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നു, ഒരുപക്ഷേ നാളെയും നടക്കാം. ഇതിൽ നടപടി സ്വീകരിക്കുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. കേരളത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? പറയട്ടെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കും, ചിലപ്പോൾ ഭാവിയിൽ സംഭവിക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണം. കാര്യങ്ങൾ കേരളത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ശ്രീരാജ്. ഈ ഒരു ചികിത്സാ പിഴവിനെ ചൊല്ലി വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നുണ്ട്. അതിലാണിപ്പോൾ ആരോഗ്യ മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന വരുന്നത്. എന്താണ് മന്ത്രി പറയുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിലായി ആരോഗ്യ മേഖലയ്ക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും നടന്നുവരുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്നതാണ്. ആ പ്രതിഷേധങ്ങളിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, അതിലുള്ള അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചത്. എന്ന് മാത്രമല്ല, ആരോഗ്യ വകുപ്പിനെയും മന്ത്രി വീണ ജോർജിനെയും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. മന്ത്രി വീണ ജോർജ് ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. 24 മണിക്കൂറും ഒരു മന്ത്രി എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ആണ് യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവർക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് എന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പിഴവുകൾ മുൻപും നടന്നിട്ടുണ്ട്, അതിപ്പോഴും നടക്കുന്നുണ്ട്, ഒരുപക്ഷെ ഭാവിയിലും അത് നടന്നേക്കാം എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ക്രിയാത്മകമായി എന്തെല്ലാം നടപടി എടുക്കുന്നു എന്നതിനെ സംബന്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ അതാണ് പ്രധാനമെന്ന് സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ വീണ ജോർജിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ അതിനെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ്, റീത്ത് വെച്ചടക്കം പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും എല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നു. വെള്ളത്തുണി വെച്ച് മൂക്കിൽ പഞ്ഞു വെച്ചുള്ള പ്രതിഷേധം, അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ റീത്ത് വെക്കുന്നത് സാധാരണ രീതിയിൽ ശവശരീരങ്ങൾക്കാണ്. ജീവനുള്ള മനുഷ്യർക്കാരും റീത്ത് വെക്കില്ല. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ നടത്തുന്ന ഈ പ്രതിഷേധങ്ങളെയൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നു. പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആരോഗ്യ മേഖലയ്ക്കെതിരെ, ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലാണ് CPIM-ന്റെ നേതൃത്വത്തിൽ തന്നെ മന്ത്രിമാർ തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ട്, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതിരോധം തീർക്കുന്നത് കണ്ടു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സജി ചെറിയാന്റെ പിന്തുണ വരുന്നത്, പ്രതികരണം വരുന്നത്. മാത്രമല്ല, ആറന്മുളയിലെ ജനങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്. ആറന്മുളയിലെ ആളുകൾ അതിനോട് പ്രതികരിക്കാത്തതിനാലാണ് താൻ ചെങ്ങന്നൂരിൽ നിന്നും ഇവിടെ ഒരു പരിപാടിക്കാണെങ്കിലും എത്തിയപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം താൻ നടത്തേണ്ടി വരുന്നത് എന്ന കാര്യം കൂടി സജി ചെറിയാൻ പറഞ്ഞു വെക്കുകയാണ്. ഇതിന്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. പൂർണ്ണമായും വീണ ജോർജിനെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ മന്ത്രിമാരും മുന്നോട്ട് വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സജി ചെറിയാന്റെയും പ്രതികരണം. സ്വാതി. ശരി ശ്രീരാജ്.